മോളെ കെട്ടിക്കാറായില്ലേ? ഇപ്പൊ എങ്ങോട്ട് ഇറങ്ങിയാലും ഈ ചോദ്യം കേൾക്കാനുള്ളത്. മുന്നേ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഏത് ഫാമിലി ഫംഗ്ഷനും ആയാലും പുറത്തോട്ട് ഇറങ്ങിയാലും ഇങ്ങനെ കുറെ റിലേറ്റീവ്സും നാട്ടുകാരും ഒക്കെ കാണും ഇങ്ങനെ ചോദിക്കാനെന്ന്. പക്ഷെ ഇപ്പൊ അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും ഫാമിലി ഫംഗ്ഷനോ 10 പേര് കൂടുന്നിടത്തോ പോയാ ആദ്യത്തെ ചോദ്യം, മോളെ കെട്ടിക്കാറായില്ലേ? മോക്ക് എത്ര വയസ്സുണ്ട്? മോൾ എന്തിനാ പഠിക്കുന്നത്? ഓ, ഇനി അടുത്ത മോളാണല്ലോ. കേട്ട് 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 മടുത്ത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എന്റെ റിലേറ്റീവ് വന്നപ്പോ ചോദിച്ചു, മോളെ കെട്ടിക്കുന്നില്ലേ? അപ്പൊ എന്റെ ഉമ്മ പറഞ്ഞു, പഠിക്കല്ലേ, പഠിച്ചു കഴിഞ്ഞിട്ടേ കെട്ടിക്കുന്നുള്ളൂ. അപ്പൊ ഉടനെ അവര് പറയാ, പഠിച്ചു കഴിഞ്ഞിട്ടോ? കെട്ടിക്കഴിഞ്ഞിട്ട് പഠിക്കാല്ലോ. എന്താ, കെട്ടിയില്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റൂലേ എന്ന് പറയാണ്. പെൺകുട്ടികൾക്കൊരു ഏജ് ഉണ്ട്, ആ ഏജിനുള്ളിൽ തന്നെ കെട്ടിച്ചു വേണം. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രായം കൂടി പോവും, അവർക്ക് കെട്ടിക്കാനൊന്നും പറ്റത്തില്ല, അവർക്ക് നല്ല ആലോചനയൊന്നും വരത്തില്ല. അല്ല, ഇതെന്താ, എനിക്ക് മനസ്സിലായി. ഇത് തന്നെ ഒരു ഏജ് ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെൺകുട്ടികളെ ഇത്ര വയസ്സിനുള്ളിൽ കെട്ടിക്കണമെന്ന്. ആ വയസ്സിൽ തന്നെ കെട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിട്ടാണ് കാണുന്നത്. എപ്പൊ കെട്ടണം കെട്ടണ്ട എന്നുള്ളത് ഓരോരുത്തർ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. കെട്ടിക്കൂടാ എന്നൊന്നും ഞാൻ പറയില്ല. അതൊക്കെ ഓരോ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. ഒന്നും കൂടെ പറയുന്നു. സോ നമ്മൾ എപ്പോഴാണോ അതിന് പ്രിപ്പയർ ആവുന്നത് അപ്പൊ നമുക്ക് ചെയ്യാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. വേറൊരാളുടെ മുന്നിൽ പോയിട്ട് എനിക്കതിന് കുറച്ച് പൈസ വേണം, ഒന്ന് തരാവോ, 1000 രൂപ തരാവോ, 500 രൂപ തരാവോ എന്നിങ്ങനെ സ്ഥിരം ചോദിക്കാനുള്ള മനസ്സെനിക്കില്ല. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നടത്താനെങ്കിലും കുറച്ച് പൈസ നമ്മുടെ കൈ വേണ്ടേ? അതിന് നമുക്കൊരു ജോലി വേണം. അപ്പോൾ ജോലിയൊക്കെ ആയിട്ട് കിട്ടിയാൽ